ഏറെ പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും നിറഞ്ഞ ജീവിതത്തെ ഒന്നു പടുത്തുയർത്താൻ നിഷ എന്ന 19കാരി ആരംഭിച്ച ഒരു തയ്യൽക്കടയിൽ നിന്നാണ് സ്നേഹക്കൂട് ആരംഭിക്കുന്നത്. വായ്പയെടുത്ത 50,000 രൂപ കൊണ്ട് ഏറ്റുമാനൂർ അമ്പലത്തിന്റെ മുന്നിൽ ആരംഭിച്ച കല്യാണി എന്ന തയ്യൽക്കടയായിരുന്നു അത്. ഒരിക്കൽ അമ്പലത്തിൽ നിന്നും തൊഴുതുമടങ്ങവേ വഴിയരികിൽ അപകടം പറ്റിക്കിടക്കുന്ന ഒരു വൃദ്ധയാചകനെ കാണുകയുണ്ടായി. അച്ഛന്റെ വില നന്നായി അറിയാവുന്ന ആ മകൾക്ക് അദ്ദേഹത്തെ അവിടെ ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. താൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ആ അച്ഛന് കൂടി സ്ഥലമില്ലാത്തതിനാൽ തിരികെ ആ അമ്പലനടയിൽ തന്നെ ആക്കേണ്ടി വന്നു. പിറ്റേന്ന് മുതൽ ആ വൃദ്ധനും ചേർത്ത് ഭക്ഷണപ്പൊതി എടുക്കാൻ നിഷ തുടങ്ങി. പിന്നീട് ആ ഭക്ഷണപ്പൊതികളുടെ എണ്ണം കൂടി. വീട്ടിൽ നിന്നും എടുക്കാൻ പറ്റാത്തത്ര ആയപ്പോൾ തൊട്ടടുത്ത ഹോട്ടലിൽ തന്റെ പറ്റി കഴിക്കാനുള്ള സൗകര്യവും ഒരുക്കി. ഭക്ഷണത്തിനു അപ്പുറം ആവശ്യങ്ങളും ആളുകളും കൂടിയപ്പോൾ ഒരു പറ്റം ഫേസ്ബുക്ക് സുഹൃത്തുക്കളുടെ സഹായത്തോടെ സ്നേഹക്കൂട് എന്ന കൂട്ടായ്മ ആരംഭിച്ചു. അത് വളർന്ന് കേരളത്തിലുടനീളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഒപ്പം ഉപേക്ഷിക്കപ്പെട്ട അച്ഛനമ്മമാരെ ഓരോ അനാഥാലയങ്ങൾ കണ്ടെത്തി അവിടെ എത്തിക്കുക കൂടി ചെയ്തു തുടങ്ങി. അങ്ങനെ 2015 സ്നേഹക്കൂട് എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് തുടക്കം കുറിച്ചു. മുന്നിലെത്തിയ പാവപ്പെട്ടവരെയും കുഷ്ഠരോഗികളെയും ചേർത്ത് നിർത്തിയ നിഷയെ വീട്ടുകാരും കൂട്ടുകാരും വരെ തള്ളിപ്പറഞ്ഞപ്പോഴും 2015 ഡോക്ടർ അംബേദ്കർ ദേശീയ പുരസ്കാരം നൽകി സമൂഹം നിഷയെ ചേർത്ത് പിടിച്ചു. ഇതുവരെ 8ഓളം കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുകയും 6ഓളം പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുകയും 350-ൽ പരം കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. കാലം കഴിയുന്തോറും ആളുകൾ വർദ്ധിച്ചു, ഒപ്പം ചിലവുകളും. കൂടെ ഉണ്ടായിരുന്ന പലരും കൈയൊഴിഞ്ഞു. എങ്കിലും പിന്മാറാൻ നിഷ തയ്യാറായില്ല. അങ്ങനെ സ്നേഹക്കൂട് ഭജിക്കട ആരംഭിച്ചു. പിന്നീട് അത് സ്നേഹക്കൂട് തട്ടുകടയാക്കി. അതിനിടയിൽ താൽക്കാലികമായി അമ്മമാരെ നിർത്താനെടുത്ത നിഷയുടെ സ്നേഹക്കൂടിൽ നിന്നും മറ്റ് അഭയമന്ദിരങ്ങളിലേക്ക് മാറാൻ അമ്മമാർ സമ്മതിക്കാതെ വരികയും ചെയ്തപ്പോൾ നിഷയും ഭർത്താവ് സൈനികനായ അനുരാജും കൂടി ചേർന്ന് അക്ഷരനഗരിയിലെ ഒരു വാടക വീട്ടിൽ സ്നേഹക്കൂട് അഭയമന്ദിരത്തിന് തുടക്കം കുറിച്ചു. സ്നേഹക്കൂട് അനാഥാലയമല്ല, മറിച്ച് അച്ഛനമ്മമാരും മക്കളും കൂടി ചേർന്ന ഒരു കൂട്ടുകുടുംബമാണ്. പെരുവഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന വൃദ്ധരായ മാതാപിതാക്കന്മാർക്ക് തങ്ങളുടെ അവസാന കാലം സമാധാനമായി കഴിയാനുള്ള ഒരിടമാണ്. മറ്റ് അനാഥാലയങ്ങൾ പോലെ പ്രത്യേക നിയമങ്ങളോ മണിയടികളോ ചിട്ടകളോ ഒപ്പം ജാതിമത ചിന്തകളോ നിർബന്ധ പ്രാർത്ഥനകളോ സ്നേഹക്കൂട്ടിലില്ല. മക്കൾ ഉപേക്ഷിച്ചും ഒറ്റപ്പെട്ടും അച്ഛനമ്മമാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് തനിക്ക് ആകെ ഉണ്ടായിരുന്ന 5 സെന്റ് സ്ഥലം വിറ്റാണ് ആ സ്നേഹക്കൂടിനെ നിഷ കൂടെ നിർത്തിയത്. തട്ടുകടയിലെയും സ്വന്തം തയ്യൽക്കടയിലെയും വരുമാനവും നിഷയുടെ സ്നേഹക്കൂടിന് സഹായമായി. 2018 ദുരന്ത സമയത്ത് ദിനവും 1000-ലധികം പൊതിച്ചോറുകൾ നൽകാനും സ്നേഹക്കൂടിലെ അച്ഛനമ്മമാർക്ക് കഴിഞ്ഞു. കോവിഡ് മഹാമാരിയുടെ ആദ്യഘട്ടത്തിൽ 2 ലക്ഷത്തോളം മാസ്കുകളാണ് നിഷയും കൂട്ടരും തയ്ച്ച് സൗജന്യമായി വിതരണം ചെയ്തത്. ഒപ്പം ആരോഗ്യ പ്രവർത്തകർക്കും മറ്റും 3 നേരത്തെ ഭക്ഷണവും മരിച്ചവരെ അടക്കാനുള്ള സഹായവും സ്നേഹക്കൂട് ഒരുക്കി. സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാരുടെ സിനിമാ റീൽസുകൾ സമൂഹം ഏറ്റെടുത്തു. കോമഡി ഉത്സവം എന്ന റിയാലിറ്റി ഷോയിലൂടെ സ്നേഹക്കൂട് കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചു. മാസത്തിലൊരിക്കൽ സ്നേഹക്കൂട്ടിലെ അംഗങ്ങളെ കറങ്ങാൻ പുറത്തു കൊണ്ടുപോകാനും ആരാധനാലയങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സന്ദർശിക്കുവാനും സിനിമകൾ കാണിക്കാനും നിഷയും കൂട്ടരും ശ്രദ്ധിച്ചിരുന്നു. ഒരു നിയമങ്ങളുമില്ലാത്ത സ്നേഹക്കൂട്ടിൽ മരണപ്പെടുന്ന അച്ഛനമ്മമാർക്ക് ജീവിച്ചിരുന്ന സമയത്ത് അവരുടെ വിശ്വാസം അനുസരിച്ചാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്യാറ്. 21 വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഒരുപാട് പേരുടെ സഹായങ്ങളും പ്രാർത്ഥനകളും കൂട്ടായിട്ടുണ്ട്. അതിന് 4 ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 300ഓളം പുരസ്കാരങ്ങളാണ് നിഷയെ തേടിയെത്തിയത്. അക്ഷരനഗരിയിലെ മാനവ സൗഹൃദ വയോജന കൂട്ടുകുടുംബമായ നിഷയുടെ സ്നേഹക്കൂട്ടിൽ ഇപ്പോൾ 147 അച്ഛനമ്മമാരാണുള്ളത്. 10 വർഷമായി കോട്ടയം നഗരത്തിൽ 4ഓളം വാടക വീടുകളിലായിരുന്നു സ്നേഹക്കൂട് പ്രവർത്തിച്ചിരുന്നത്. 7 മാസങ്ങൾക്ക് മുൻപ് ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോടെ കുറച്ച് സ്ഥലം വാങ്ങി അമ്മമാർക്കായി ഒരു വീട് വയ്ക്കാൻ നിഷയ്ക്ക് കഴിഞ്ഞു. നിലവിൽ 2 വാടക വീടുകളിലായി കഴിയുന്ന അച്ഛന്മാർക്ക് വേണ്ടി ഒരു വീട് കൂടി ഒരുക്കാൻ വേണ്ടിയുള്ള പ്രതീക്ഷയിലാണ് നിഷയും കൂട്ടരും.